ഇതാരാണ് ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്റെ ട്വിന്നാണ്. എനിക്ക് വെടി വെച്ച് കൊല്ലണം എന്നുണ്ടായത് രണ്ടുപേരെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ആര്യ ബഡായി എല്ലാവർക്കും അറിയാമായിരിക്കും. ആര്യ ബഡായിയുടെ കല്യാണം കഴിഞ്ഞോ, വീണ്ടും ആര്യ കല്യാണം കഴിച്ചോ എന്നുള്ളതാണ്. അത് കല്യാണം കഴിച്ചത് സിബിനെയാണോ എന്നുള്ള ഒരു സംഭവമാണ്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ ആദ്യം ആര്യ ബഡായിയെ കുറിച്ച് പറയേണ്ടതായിട്ടില്ല. നമുക്കറിയാം, ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നതായിട്ട് ആര്യ ബഡായി എല്ലാവർക്കും സുപരിചിതയാണ്. ഇപ്പൊ മറ്റേ കാഞ്ചീപുരം പട്ടിന്റെയൊക്കെ സാരിയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. പണ്ട് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഡിവോഴ്സ് ആയിരുന്നു, ഒരു മോളുണ്ട്. ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ ജാൻ എന്ന് പറയുന്ന തന്റെ കാമുകനെ കുറിച്ച് പറഞ്ഞു. വന്നതിന് ശേഷം കല്യാണം എന്നൊക്കെ പറഞ്ഞ് തന്റെ കൂട്ടുകാരി തന്നെ നല്ല രീതിയിൽ തേച്ചുകൊണ്ട് പോയ ആര്യ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആര്യ ബിഗ് ബോസിനകത്ത് തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് കൂട്ടുകാരൻ സ്വന്തം കാമുകൻ സ്വന്തം ആത്മാർത്ഥ കൂട്ടുകാരി തന്നെ എന്ത് ചെയ്തു, അടിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ അറിഞ്ഞു. അതിനുശേഷം ആര്യ കരഞ്ഞ രീതി, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോ പിന്നെ സിബിൻ, ആര്യയുടെ തന്നെ ആത്മാർത്ഥ സുഹൃത്ത് കൂടിയാണ് സിബിൻ. സിബിന്റെ കേസ് പറയുകയാണെങ്കിൽ സിബിനും ഈ പറഞ്ഞ പോലുള്ള ബിഗ് ബോസ് താരമായിരുന്നു. ബിഗ് ബോസിൽ നമുക്കറിയാലോ, ആ ബിഗ് ബോസിനകത്ത് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളും എനിക്ക് എന്ത് മയക്കുമരുന്ന് തന്നു, എന്നെ വട്ടനാക്കാൻ വേണ്ടി ശ്രമിച്ചു, എന്റെ മാനസിക നില തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഗുളിക തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിവാദവും കാര്യങ്ങളൊക്കെ ആയി. നല്ല രീതിയിൽ ആ സീസണിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കപ്പടിക്കാൻ പറ്റുമായിരുന്നു. അതിനുശേഷം ഒരുപാട് വിവാദങ്ങൾ ഈ പറയുന്ന സിബിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മുൻ ഭാര്യയുമായിട്ടുള്ള ചെറിയ വിഷയങ്ങൾ. ഭാര്യയെ ഈ പുള്ളി എന്ത് ചെയ്തു, പിന്നീട് കുറെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഭാര്യ രംഗത്ത് വന്ന് അവർക്ക് ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ വിഷയം. അതുപോലെ ഈ സിബിന്റെ മറ്റു മുമ്പത്തെ പല ഒരു സീരിയൽ താരം അങ്ങനെയുള്ള ഒരു കുറെ റിലേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ആരെയും ഈ പറയുന്ന സിബിനും സുഹൃത്തുക്കളാണ്. അതായത് അത് പറയാൻ കാരണം, ഈ ആര്യയെ കുറിച്ച്, സിബിനെ കുറിച്ച് മുമ്പ് ആര്യ പറഞ്ഞ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് വേണം ഞാൻ ഇവിടെ കൊടുക്കാം. സിബിൻ ആരാണ്, ആര്യയ്ക്ക് സിബിൻ ആരാണ്, അതിനെ കുറിച്ചൊരു ചെറിയ ക്ലിപ്പിംഗ്. ഇതാരാണ് ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്റെ ട്വിന്നാണ്. അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്. ഇത് ഞാൻ സമ്മതിക്കൂല, ഇത് കള്ളക്കളിയാണ്. കള്ളക്കളിയാണ്. ഇതൊക്കെ എവിടെ നമ്മളെ അപമാനിച്ചില്ലല്ലോ. ഞാൻ വിചാരിച്ചാ നീ എന്താ എവിടെ പറഞ്ഞ അപമാനിക്കുന്നു. ആദ്യമേ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അഭിനയിക്കണം, സർപ്രൈസ് ഒക്കെ വരും. നിനക്ക് സർപ്രൈസ് ആയിട്ട് തോന്നിയില്ലേ? ഞാൻ ലിപ്സ്റ്റിക് ആക്കി എന്റെ മുഖത്ത്. എനിക്ക് തോന്നി നീ ഇപ്പുറത്തും കൂടെ ആക്കിയിട്ട് അത് ബ്ലഷ് ആക്കണം. ഇതാണ് ഇതൊരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് വെച്ച് ഈ ആര്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സിബിൻ ആര്യക്ക് ആരാണെന്ന് ചോദിക്കുമ്പോ സിബിൻ പറഞ്ഞ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്റെ ട്വിൻ ആണെന്ന് പറയും. അതായത് ഇരട്ട സഹോദരൻ അല്ല എന്നുള്ള രീതിയിൽ. ട്വിൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ആ ഒരു രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിൽ വലിയൊരു തെറ്റും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. കാരണം അത്രയ്ക്ക് അവര് മാനസികമായിട്ട് അല്ലെങ്കിൽ പരസ്പരം തിരിച്ചറിയാമായിരുന്നു. ചിലപ്പോ ഈ ഇന്റർവ്യൂ പറഞ്ഞ സമയത്ത് അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിൽ ഇല്ലായിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷെ അതിനുശേഷം അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവരിപ്പോ പക്ഷെ വിവാഹം കഴിച്ചിട്ടുണ്ട് എങ്കിൽ, വിവാഹം കഴിച്ചു എന്നുള്ളത് സത്യമാണ്, അതിന്റെ ഒരു പ്രൂഫ് കിട്ടിയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോ എന്താണ്, അപ്പം ഇത്രയും നേരിട്ട് അറിയാവുന്ന, ഇത്രയും സുഹൃത്തുക്കളായ, പരസ്പരം അറിയാവുന്ന, അതായത് ആര്യയുടെ മുൻകാല ജീവിതവും ആര്യയ്ക്ക് അപ്പോഴുണ്ടായിരുന്ന കുറെ സ്ട്രഗിളും ആ സമയത്തൊക്കെ മാനസികമായിട്ടൊക്കെ ഒരു ഫ്രണ്ടിനെ പോലെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സിബിൻ. അതുപോലെ തന്നെ സിബിന് ബിഗ് ബോസിൽ ഉണ്ടായ ആ ഒരു സ്ട്രഗ്ലിംഗ് ടൈമിലൊക്കെ ഒറ്റ സുഹൃത്തായി സിബിന് വേണ്ടിയിട്ട് വാളെടുത്ത് പോരാടിയ മറ്റൊരു സുഹൃത്ത് കൂടിയാണ് ആര്യ. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. എന്റെ ഒരു ട്വിൻ ആയിട്ട് വേണമെങ്കിൽ എനിക്ക് പറയാം. അത്രയ്ക്ക് ആത്മാർത്ഥയോടെ കണ്ടെന്ന ആ പുള്ളിയാണ് ഇപ്പോ ആര്യ ബഡായി വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഈ ഒരു റൂമർ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത ഒരു 4-5 മാസം മുമ്പ് ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുള്ള കുറച്ച് വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഇവരുടെ ഈ രജിസ്റ്ററിൽ ഇവര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്ത ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയതോടെ കാണിക്കാം. അപ്പോ അതിനകത്ത് പറയുന്നുണ്ട്, പേര് സിബിൻ ബെഞ്ചമിൻ, സൺ ഓഫ് ബെഞ്ചമിൻ പെരേര. അതേപോലെ ആര്യ PS, ഡോട്ടർ ഓഫ് സതീഷ് ബാബു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ് അവര് പിന്നീട് മാരേജ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്ത അവിടുത്തെ ഒരു സംഭവമാണ്. അതായത് ഏതാണ്ട് 10/4/2025, 10/4, അതായത് കഴിഞ്ഞ മാസം, ഏതാണ്ട് ഒരു മാസമായി ഇവര് എന്തായാലും ഈ പറയുന്ന അവിടെ കൊണ്ട് നമ്മൾ എത്ര ദിവസം എടുക്കുമല്ലോ അവർക്ക് സർട്ടിഫിക്കറ്റ് അതിൽ ലീഗൽ ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരവിടെ അപേക്ഷിച്ച് ഇപ്പൊ ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്തായാലും അവര്
ലീഗലി ഇവര് മാരീഡ് ആണ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അവര് ലീഗലി മാരീഡ് ആണ്. അപ്പൊ എന്തായാലും ഇത് അവര് തന്നെ വന്ന് തുറന്നു പറയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അവർ തന്നെ വന്ന് തുറന്നു പറയുമായിരിക്കും. അപ്പൊ എന്തായാലും ഇതിനു മുമ്പ് ആര്യയുടെ കേസ് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ആര്യക്ക് പല പിന്നെ ഒരു വളരെ എന്താ പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം ആ ഡിവോഴ്സിന് കാരണം ഞാൻ തന്നെ എന്നൊക്കെ വളരെ ബോൾഡായിട്ട് പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ആര്യ. പെട്ടെന്ന് വളരെ സെൻസിറ്റീവ് ആണ്. പെട്ടെന്ന് ഈ പറയുന്ന ഈ മുൻ കാമുകനെ പറ്റി പറയുമ്പോൾ ആര്യ കരഞ്ഞു പോകുന്നത് എനിക്ക് അവനെ കണ്ടിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ തോന്നുമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ, അത് കണ്ടോണ്ടിരിക്കുന്നത്. കാരണം ഒരു മറയും ഇല്ലാതെ പറഞ്ഞൊരു സംഭവമാണ്. എനിക്ക് അവനെ കണിച്ച ആത്മാർത്ഥ സുഹൃത്താണ്. ഇവര് തമ്മിൽ ഭയങ്കര അത്ര ആത്മാർത്ഥ സുഹൃത്താണ്. ഈ ആര്യ ഈ പറയുന്ന ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോ അവിടെ വെച്ച് ഇവരെന്ത് ചെയ്തു, അടിച്ചുകൊണ്ട് ആ ആത്മാർത്ഥ സുഹൃത്തിന് ഭാര്യ ഭർത്താവുണ്ട്, കുടുംബം ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ പുള്ളിയെ ഈ ആത്മാർത്ഥ സുഹൃത്തിന്റെ കാമുകനെ തന്നെ അടിച്ചുകൊണ്ടിരുന്നപ്പോ അവർ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കണം. അവര് ഒരിക്കലും സുഖമായിട്ട് ജീവിക്കരുത്, അവരെങ്ങനെയെങ്കിലും ആ കുടുംബം നശിച്ച് നാറാണത്ത് കല്ലെടുത്ത് പോയാൽ മതി എന്നറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാവുമെന്ന് ഒരു മറയില്ല. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. ചിലർ പറയും അവരിനി ജീവിക്കട്ടെ, അങ്ങനെയൊന്നുമല്ല. ഈ ആര്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ ഒരു സീനും കൂടി ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. എനിക്ക് വെടി വെച്ച് കൊല്ലണം എന്നുണ്ടായത് രണ്ടുപേരെ. സോറി. അത് തന്നെയായിരുന്നു എന്റെ ഇന്നും അതാണ് എന്റെ മാനസികാവസ്ഥ. I didn't want to break down. No, it's fine. It's fine. Sorry. No, it's totally fine. വളരെ സത്യസന്ധമായിട്ടാണ് ആര്യ അപ്പോൾ മറുപടി. ഇനി കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരെയും, കൂട്ടുകാരനെയും ആ കൂട്ടുകാരിയെയും അവളുടെ കാമുകനായ ജാൻ എന്ന് പറയുന്ന കാമുകനെയും വെടിവെച്ച് കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ മെന്റൽ സപ്പോർട്ടും കാര്യങ്ങൾ അന്ന് ഈ ആര്യ ടോട്ടലി എന്ത് ചെയ്തു, ബ്രേക്ക് ഡൗൺ ആയി. അത്രയ്ക്ക് ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഈ സിബിൻ ആയിരുന്നു എന്ന് തോന്നുന്നു നല്ലൊരു. കാരണം എപ്പോ നോക്കി ആര്യ തന്നെ പറയുന്നുണ്ട് അവരുടെ ഫ്ലാറ്റൊക്കെ ഒരിടത്താണ്, തൊട്ടടുത്തടുത്ത ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അവർക്ക് ഒരു മോറൽ സപ്പോർട്ടായിട്ട് ഒരു സ്ട്രെങ്ത് ഒക്കെ കൊടുത്തത് സിബിൻ തന്നെയാണോ എന്ന് മനസ്സിലാക്കുന്നു. സിബിന്റെ കേസ് പറയുകയാണെങ്കിൽ സിബിന്റെ ആദ്യഭാര്യ ആയിട്ടുള്ള ഡിവോഴ്സ്, പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്കാണ് അവർ ഡിവോഴ്സ് കൊടുത്തത്. ആദ്യഭാര്യയ്ക്ക് ഡിവോഴ്സ് കൊടുത്തത്. ഡിവോഴ്സ് ഈ ആദ്യഭാര്യ കൊടുക്കുന്നില്ല, തന്നെ ഒരുപാട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുൻ ഭാര്യ രംഗത്ത് വന്നിരുന്നു. അതിന് എന്തായാലും അതൊക്കെ സോൾവ് ആയിക്കൊണ്ട് ഇപ്പൊ എന്തായാലും സിബിൻ ഈ പറഞ്ഞതുപോലെ ആര്യയെ വിവാഹം കഴിച്ചു എന്നുള്ള നമുക്ക് ഏതാണ്ട് 99% വരെ അല്ലെങ്കിൽ 100% വരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രൂഫാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഒരിക്കലും ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് ആവാൻ ഒരു ചാൻസും ഇല്ല. ഇതിന്റെ റൂമർ നമ്മൾ ആഴ്ച കൊണ്ട് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഇവിടെ വിവാഹം കഴിയും. പക്ഷെ നമുക്ക് ഇത് പറയാത്തത് ഇതിനൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് കിട്ടിയിട്ട് നമുക്ക് മുന്നിലോട്ട് വന്ന് പറയാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നത്. ഇപ്പൊ എന്തായാലും ഒരു പ്രൂഫ് കിട്ടിയിട്ടുണ്ട്, അവിടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് എന്തായാലും സത്യം തന്നെയാണ്. എന്തായാലും അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. അപ്പം ആര്യ ആയാലും ഈ പറയുന്ന സിബിൻ ആയാലും അവർ തിരഞ്ഞെടുത്തത് എല്ലാം, കാരണം ഇത്രയും കാലം കൂടെ അറിയാവുന്ന, ഇത്രയും കാലം ഫ്രണ്ടായിട്ട് കൂടെ ഉണ്ടായിരുന്ന, പരസ്പരം നല്ല രീതിയിൽ അറിയാവുന്ന രണ്ടുപേരും തമ്മിലാണ് വിവാഹം കഴിക്കുന്നത്. ദീർഘനാളിലേക്ക് പോകും, മറ്റും മനസ്സിലായില്ല. കാരണം അവർക്ക് അറിയാമല്ലോ ഇത്രയും കാലം ഈ പറഞ്ഞതുപോലെ സിബിനെ അറിയാം, ആര്യക്ക് സിബിനെ അറിയാം, കൊച്ചിലെയുള്ള എന്തൊക്കെയാണ് പണ്ട് പറഞ്ഞത് 3 വർഷങ്ങൾക്കുള്ള പരിചയമാണ്. പിന്നീട് സിബിനായാലും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇവരുടെ സ്വഭാവം എന്താണെന്നും ഇവര് മുമ്പ് പിന്നീട് കടന്നു വന്ന ട്രോമ, ആ കേസുകളെല്ലാം ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പരസ്പരം രണ്ടുപേർക്കും അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിവാഹം നന്നായി വരട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.